അദ്ദേഹം പേടിച്ചോടി. നിങ്ങൾക്ക് എന്ന കത്താന്റെ കയ്യിലുള്ളത്. എന്തിനാ നസ്രുദ്ദീൻ റഹ്മാനി ഇനിയും തട്ടിക്കൊണ്ട് നടക്കരുത്? എന്റെ കയ്യിൽ നിങ്ങളുടെ നാട്ടുകാർ നിങ്ങൾ അന്നൊന്ന് പ്രസംഗിച്ചപ്പോ നിങ്ങളെ കൊണ്ടുവന്നവർ തന്ന കത്താണുള്ളത്. കത്തിലെന്താ പറയുന്നത്? സമസ്തന്റെ ഔദ്യോഗിക ലെറ്റർ തരണം. നമ്മൾ എവിടെയും സംസ്ഥാനത്തെ ലെറ്റർ കൊടുക്കാറില്ല. മുഷാവറിന്റെ കത്ത് കൊടുത്തിട്ട് ഇവിടുത്തെ സമാധാനം പോകാറില്ല. ഇപ്പൊ പേരാമ്പറ സമാധാനം വന്നു, സംസ്ഥാന കത്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. സമസ്തന്റെ പോയിട്ട് SKSSFന്റെ ലെറ്റർ പോലും ഇവിടെ കൊടുത്തിട്ടില്ല. നമ്മൾ കൊടുക്കാറുള്ളത് ഇസ്തിഖാമിന്റെ ലെറ്റർ കൊടുക്കും, അല്ലെങ്കിൽ SKSന്റെ ലെറ്റർ വേണമെങ്കിൽ കൊടുക്കും എന്നല്ലാതെ മുഷാവറുടെ ലെറ്റർ ആർക്കും കൊടുക്കാറില്ല. കേരളത്തിൽ പല സംവാദം നടന്നിട്ടുണ്ട്. എവിടെയും തന്നെ സമസ്ത ഔദ്യോഗികമായി മുഷാവർ ലെറ്റർ കൊടുക്കാറില്ല. ഇവർക്കറിയാം അങ്ങനെ സമസ്ത കൊടുക്കുന്ന രീതിയില്ല. അതുകൊണ്ട് സംവാദത്തെ രക്ഷപ്പെടാൻ അന്നെടുത്തൊരു തന്ത്രമാണ് സമസ്തന്റെ ഔദ്യോഗിക ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സംവാദത്തിന് വരികയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ നസ്രുദ്ദീൻ റഹ്മാനി, ഇവിടെ നിങ്ങൾ സംവാദത്തിന് വന്നത് സമസ്തന്റെ ഔദ്യോഗികം ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. അപ്പൊ അവിടെ രക്ഷപ്പെടാനൊരു തവണയാണ്. പിന്നെ 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വെല്ലുവിളിച്ചപ്പോ കേന്ദ്രത്തിന്റെ ആൾക്കാർ പറഞ്ഞു നസ്രുദ്ദീൻ റഹ്മാനി ഇപ്പൊ വേറെ ഗ്രൂപ്പിലാണ്. നോക്കി നിങ്ങള്, മുജാഹിദിന് വേണ്ടി പ്രസംഗിക്കാൻ വന്ന, നമ്മളെ കാഫറാക്കാൻ വന്ന നസ്രുദ്ദീൻ റഹ്മാനിയെ കുറിച്ച് അവരെന്നെ പറഞ്ഞു അയാളിപ്പോ മുശ്രിക്കായിരിക്കുന്നു. ഇയാളില്ലെങ്കിൽ അവർക്ക് ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലുകാർ കേന്ദ്രകാരാ, ഇയാളെപ്പോഴേക്ക് ജിന്നൂരിയായിരിക്കുന്നു. എനിക്കെതിരെ പ്രസംഗിക്കുമ്പോ അന്ന് മുജാഹിദ് കേന്ദ്രമിന് പക്ഷത്താണുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ വെല്ലുവിളിച്ച് ഞാൻ പറഞ്ഞു നസ്രുദ്ദീൻ തന്നെ കിട്ടുമോ എന്ന് അവിടുത്തെ പ്രവർത്തകന്മാർ ചോദിച്ചപ്പോൾ പറഞ്ഞു അയാളിപ്പോ ജിന്നൂരിയാണ്, ഞങ്ങൾക്ക് പറ്റൂല അയാളെ. ഇവിടെ വന്നപ്പോ കാണുന്നു അയാൾ ഇൻസൂരിയായിരിക്കുന്നു. ഈ നാളെ മടവൂരിയോ വേറെ വല്ല ഊരിയുമാകോ നമുക്കറിയില്ല. ഏതായാലും ഊരിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് പറയാണ് പക്കപ്പെട്ട മഹലിൽ പോയിട്ട് ഞാൻ വെല്ലുവിളിച്ചു. അദ്ദേഹം പറഞ്ഞറിയോ, ഒരു മക്കാമുണ്ട് നാട്ടുകല്ല്, ആ മക്കാമിന് മുദരിസാണ് ഞാൻ. അത് കളവാണ്. ഞാൻ ആ പള്ളിയിൽ മുദരിസായിട്ടില്ല. ആ പള്ളിയിൽ നിന്റെ മഹല്ലുമായിട്ട് വ്യത്യാസമുണ്ട്. ഒന്നും പഠിക്കാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തലയെക്കെട്ടും കെട്ടി നടക്കുന്ന വ്യക്തി. ഞാൻ ചോദിക്കട്ടെ മൗലവി, നിങ്ങൾ എന്തിനാ തലയെ കെട്ടുന്നത്? നിങ്ങൾ ഇപ്പോഴത്തെ കാഴ്ചപ്പാടെന്താ? തലയെക്കെട്ടിനെ കുറിച്ചുള്ള മൗലവിമാർ എഴുതി വെച്ചെന്താ? അത് വിജയത്താണ് എഴുതി വെച്ചവരില്ലേ? എന്തിനാ പിന്നെ നിങ്ങൾ ആ വിജയത്വം തലയിലേറ്റി നടക്കുന്നത്? അദ്ദേഹം ആവളയിലൊക്കെ ഇപ്പൊ നടത്തിയൊരു പ്രസംഗം കേൾക്കുന്നുണ്ട്. ഇല്ല, അതിന് കൊടുത്തിട്ടില്ല. വേറെ എളുപ്പമുണ്ട്. വേറെ അതുണ്ട്, എളുപ്പമുണ്ടല്ലേ? ഇതിലുണ്ടല്ലേ? എന്നാ മാറ്റി കൊടുത്തു. എന്ത് എങ്ങനെയോ വന്ന് വീണ ആളാണ് ഞാന്. എങ്ങനെ വന്ന് വീണ ആളാണെങ്കിൽ അയാളെ പോലെ ഒരു മൂലക്ക് ഇരിക്കില്ല. ഞാൻ മറുപടി ഇരിക്കും. പറയട്ടെ, കേൾക്കുന്ന ആളുകൾ മൂക്കത്ത് വരലൊക്കെ എന്താ ചെങ്ങായിമാര് പറഞ്ഞു.
ഇതാ കാര്യം, ഇതാ ഇവിടുത്തെ വിഷയം എന്ന് ചോദിക്കുന്ന ഗതികേടിലേക്ക് എത്തുന്ന പ്രവർത്തനം ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാട്ടുകളിൽ അവിടെ കക്കുപ്പടി ഹസീമായി അവിടെ മുദരിസായി ഇല്ല, അതന്നെ കളവാ. അദ്ദേഹം പറയുന്ന പള്ളിയിൽ ഞാൻ മുദരിസുമായിട്ടില്ല, ഹബീബുമായിട്ടില്ല. ഇരിക്കട്ടെ, അവിടെ നമ്മൾ പരിപാടി വെച്ചപ്പോൾ കക്കു മറുപടി പറഞ്ഞു. കക്കു മറുപടി പറഞ്ഞു, ഞാനതിന് മറുപടി പറഞ്ഞു. അപ്പൊ വെല്ലുവിളി രണ്ടാമത്തെ പ്രാവശ്യം മറുപടി പറഞ്ഞു. ഞാൻ വീണ്ടും അവിടെ ചെന്നു. ഞാൻ പരസ്യമായി പറഞ്ഞു, ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഞാൻ തയ്യാറാണ്, നിങ്ങളുടെ ഉസ്താദ് റെഡിയാണെങ്കിൽ ഞാൻ തയ്യാറാണ്. കണ്ടില്ല. 12-ാം തീയതി കക്കുവിടെ വരുന്നുണ്ടല്ലോ, ഒന്ന് പറയട്ടെ ഉണ്ടായിട്ടില്ല എന്നാ കേട്ടോ. 12-ാം തീയതി വരുന്നുണ്ടല്ലോ എന്ന് വെച്ച് അതേതാ വന്നിരിക്കുന്നു. ഇവിടുന്നും പറയുന്നു നസീർജി റഹ്മാനി, അന്ന് ഞാൻ കൊടുത്ത കത്താണിത്, ഞാൻ വായിച്ചു തരാം. എന്താ കത്തെഴുതിയിരിക്കുന്നത്? കത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ സംവാദത്തിന് പിന്മാറരുത്. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ വീണ്ടും ഒരു പരസ്യ പരിപാടി സംഘടിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്ത്, അതിന് മാറിക്കൊണ്ട് നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുന്നു, ജനങ്ങൾക്ക് സത്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പരസ്യമായി ഒരു സംവാദത്തിൽ തയ്യാറാവണം. തയ്യാറാണെങ്കിൽ സംവാദത്തിന്റെ വ്യവസ്ഥയും മറ്റ് ചർച്ചകളും ചെയ്യുന്നതിന് വേണ്ടി ഇരുകൂട്ടർക്കും സൗകര്യപ്രദമായ സ്ഥലവും തീയതിയും 2012 മെയ് 10-ാം തീയതിക്കുമായി അറിയിക്കണമെന്ന് ഇതിനാൽ അറിയിക്കുന്നു. സംവാദത്തിന് തയ്യാറുണ്ട് നമ്മൾ കൊടുത്ത കത്താണിത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു പറഞ്ഞു, അയാൾ ജിന്നൂരിയായി, അതിന് ഞാനെന്ത് ചെയ്യാം? കേന്ദ്രം പറഞ്ഞു അയാളെ ഞങ്ങളുടെ പക്ഷത്തല്ല, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? എന്നിട്ടിപ്പോ പറയാം ഞാൻ ഒഴിഞ്ഞു മാറി. ഇരിക്കട്ടെ മൗലവി, ഒഴിഞ്ഞു മാറിയൊക്കെ മുന്നിൽ വന്നപ്പോൾ അവസ്ഥ എന്തായിരുന്നു? മുന്നിൽ വന്നപ്പോൾ ഞങ്ങൾ അവസ്ഥ എന്തായിരുന്നു? ഒന്ന് പൊന്താൻ കഴിഞ്ഞോ? ഒന്ന് എണീക്കാൻ കഴിഞ്ഞോ? ഞങ്ങളെ ചോദ്യത്തിന്റെ മുമ്പിൽ ഒരു മറുപടി എങ്ങാനും പറയാൻ നസീർജി റഹ്മാനിക്ക് സാധിച്ചോ? അനസ് മൗലവിക്ക് സാധിച്ചോ? എന്നാൽ അന്നൊന്നും സാധിക്കാത്ത ഇപ്പൊ പറയാ അന്ന് തയ്യാറായിട്ടില്ല, ഇന്ന് തയ്യാറായിട്ടില്ല, അവിടെ തയ്യാറായിട്ടില്ല. എനിക്ക് സാധിക്കൂല. ഞങ്ങൾക്കറിയാലോ, അനസ് മൗലവി നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുന്നിൽ പോയിട്ട് കുട്ടികളെ മുമ്പിൽ പോയിട്ട് തോറ്റ സംഭവം. അനസ് മൗലവിനെ പറയട്ടെ, നന്ദി ദാറുസ്സലാം അറബി കോളേജിന്റെ മുന്നിൽ പോയി കുട്ടികൾ ചോദ്യം ചോദിച്ചു. ഞങ്ങളവിടെ കുടുങ്ങിപ്പോയി. ഞങ്ങൾ സക്കരിയാസനായി വരും വിചാരിച്ചു പോയതാണ്. സക്കരിയ വന്നില്ല, സക്കരിയ മുങ്ങി, ഞങ്ങളവിടെ കുടുങ്ങി. ആര് പറയുന്നു? അനസ് മൗലവി പറയുന്നു. കേൾക്കുന്നു നിങ്ങൾ. ഏറ്റവും വലിയ തെളിവ് കോഴിക്കോട് ജില്ലയിൽ നന്ദി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചപ്പോ സക്കരിയ മൗലവി അവിടുന്ന് സമർത്ഥമായി മുങ്ങിക്കളഞ്ഞു. മുഖാമുഖത്തിൽ സക്കരിയക്ക് അറിയാണ്ട് പോകാൻ പറ്റൂലെന്ന്. അത് സക്കരിയ മുങ്ങി. ഈ സാധുക്കൾക്ക് അതല്ലാതെ പോയി. എന്നിട്ടോ ദാറുസ്സലാമിന്റെ മുന്നിൽ മുഖാമുഖം വെച്ചിട്ട് അവിടുന്ന് പൊയ്ക്കളഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കോഴിക്കോട് വന്നു, രഹസ്യമായി താമസിച്ചു. എന്നിട്ട് കപ്പലിൽ കയറി അവിടുന്ന് നേരെ ദ്വീപിലേക്ക് പോയി. ഞങ്ങള് കുറച്ച് സാധുക്കൾ അവിടെ പോയി നന്ദി ദാറുസ്സലാമിന്റെ മുന്നിൽ വാദപ്രസംഗം. ഞങ്ങൾ കുടുങ്ങി അവിടെ. ആരാ പറഞ്ഞത്? അനസ്. അന്ന് സക്കരിയ പറഞ്ഞു, അനസ് ഇനി പോകരുത് കേട്ടോ, ഈ മേലാ പോകരുത്. പോകരുത്. അത് കിതാബ് ചെയ്യുന്നവരാണ്, സമസ്തക്കാർ അറിവുള്ളവരാണ്, അവരുടെ അങ്ങനെ പോകണ്ട. പോയാ കുടുംബ അനസ് മോലെ അത് ചിന്തിക്കാതെ പിന്നെയും വന്നിട്ട് എന്തേണ്ടായത്? അനസിനോട് നമ്മൾ ഓർത്ത് പോലെ ഒന്ന് എണീക്ക്. നിങ്ങളറിയണം, 4-4.5 മണിക്കൂറോളം സമയം കിട്ടിയിട്ട് ആവളയിൽ വന്നിട്ട് വീരവാദം പറഞ്ഞ വെല്ലുവിളിച്ച അനസ് മൗലവിക്ക് 4.5 മണിക്കൂറിന്റെ ഇടയ്ക്ക് ഒരു വട്ടം പോലും എണീക്കാൻ കഴിഞ്ഞില്ല. ഒരു വട്ടത്തെ തുടി കഴിഞ്ഞപ്പോ എടുക്കാൻ എണീക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതെനിക്കറിയില്ല. പ്രസവിക്കാൻ എണീക്കത്തില്ല. നോക്കി നിങ്ങൾ, അവസാന റൗണ്ടിൽ ഞാൻ പറഞ്ഞ അനസെ ലാസ്റ്റ് റൗണ്ടാണ്. ഒന്ന് എണീക്ക്. നിങ്ങൾ എന്നെ എത്ര വെല്ലുവിളിച്ചാണ്? ഒന്നെനിക്ക് സമയമല്ല, ചാൻസ് കഴിയാൻ പറയാണ്. ഒന്ന് എത്ര കേണപേക്ഷിച്ചു, അനസ് എണീറ്റില്ല. കേട്ടോളൂ നിങ്ങൾ. മറുപടി പറയാൻ ഞാൻ ചോദിക്കട്ടെ, ആവളയിൽ പ്രസംഗിച്ച അനസ് മൗലവി എന്താ അവിടുന്ന് പൊന്താത്തത്? എന്നെ വെല്ലുവിളിച്ച് അനസെന്ന് പറഞ്ഞത് വാക്കാഴ്ചയായിരുന്നില്ലേ? വന്നിരിക്കുന്നു. എന്താ അഴകാത്ത്? ഒന്ന് നീടിക്കഴിക്കുന്നില്ലേ? എന്താ അനസലിക്കാത്ത്? അവിടുന്ന് അത്ര പറഞ്ഞെന്താ? അവിടുന്ന് എന്നോട് പറഞ്ഞെന്താ? കാണിച്ചു തരാം, കക്കുപ്പുടെ കാണിച്ചു തരാം. ഇതാ വന്നിരിക്കുന്നു. അനസിന് നീക്കാൻ കഴിയില്ല. ധൈര്യമുണ്ടെങ്കിൽ അവസാന റൗണ്ടാണ്. അനസെന്ന് നീക്കാൻ തയ്യാറാകെ. ഒന്ന് കാണട്ടെ.
എന്താണ് കാത്ത്? കഴിയില്ല റസൂലേ, കഴിയില്ല. ഒരു മനുഷ്യനെ മുഖത്തൊക്കെ ഇതിന് മേലെ നമ്മൾ എന്താ പറയാ? നിങ്ങളൊന്ന് എണീക്ക് എത്ര പറഞ്ഞു നോക്കി. ഞാൻ പിടിച്ച് പൊന്തിക്കാൻ പറ്റുമോ? എന്നിട്ട് ആപടമില്ലാത്ത ആൾക്കാർ പറഞ്ഞെന്താ പറയാ? പക്കപ്പിടി വരൂല. എന്തൊരു മനുഷ്യന്മാർ, സാധുക്കൾ, പാവങ്ങൾ. പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് അനസ് പറഞ്ഞു, വളരെ ഉഷാറായിട്ട് തോന്നി. എന്നോട് പറഞ്ഞതാണ്. ഞാൻ നാളെ നിശ്ചയിച്ച ക്ലിപ്പിട്ടോടെ നിർത്തുന്നില്ല കേട്ടോ. കാരണം ആ സ്റ്റേജിൽ അപ്പത്ത് കൈ പിടിച്ച് പറഞ്ഞതാണ്. പറയട്ടെ, ലാസ്റ്റ് നമ്മൾ എത്ര പറഞ്ഞു നോക്കി. എന്നെ എന്തൊക്കെ പറഞ്ഞു നിങ്ങളോട്? എനിക്ക് നല്ലത് ഒരു പെട്ടി വന്നിട്ടുണ്ട്, കിടപ്പനാടൻ തൈലം. അതുകൊണ്ടേക്ക് മുജാഹിദ് സംവാദ വ്യവസ്ഥക്ക് മുമ്പ് ഒരു പെട്ടിയുണ്ട വന്നിട്ടുള്ളത്. നോക്കുമ്പോൾ അറിയില്ല, കടപ്പനാടൻ തൈലാണ്. എനിക്കിത് എന്തിനാന്ന് മനസ്സിലായില്ല. ആദ്യം ഓടിയില്ല, പിന്നെ ഇടക്കിടക്ക് ഓരോരുത്തർ പോയിട്ട് നിൽക്കുന്നുണ്ട്. കേക്ക് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് നല്ലത് കടപ്പനാടൻ തൈലുണ്ടല്ലോ, അത് കൊണ്ടുപോയി തേക്കല. കാരണം നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചെല്ലുമ്പോ പാത്രത്തിൽപ്പെട്ട പത്തായത്തിൽപ്പെട്ട എലി പരക്കം പായുന്നതുപോലെ അനസ് അങ്ങട്ട്, നസ്രുദ്ദീൻ റഹ്മാൻ ഇങ്ങട്ട്, അനീഫക്കായി കൂടി അന്തം മുട്ടിക്കുക. എന്നിട്ട് ഇവിടെ നിന്നിട്ട് നസ്രുദ്ദീൻ റഹ്മാൻ പ്രസംഗിച്ചെന്താ രാവിലെ? ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനൊക്കെ ഇരുന്നിട്ടുണ്ട്, അതൊക്കെ ക്ലിപ്പാക്കിയാലോ? ഇരുന്നോണ്ടല്ലേ ഞങ്ങൾ ക്ലിപ്പാക്കിയത്? നസ്രുദ്ദീൻ കരഞ്ഞിട്ട് പറയാണ്, ഞാൻ ഇങ്ങനെ അടക്കം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്നു, അതിനൊക്കെ ക്ലിപ്പാക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തിനങ്ങനെ ഇരിക്കേണ്ടി വന്നത്? നിങ്ങൾ ഇരുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ പരക്കം പാഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ലത് ആ വെട്ടി നല്ല കടത്തനാടൻ തൈരുണ്ട്, ഒന്ന് കൊണ്ടുപോയി തേപ്പ മൂലമി. ഇനി ഏതാ നല്ലത്? കേൾക്കും നിങ്ങളതെന്ന്. എന്റെ കടത്തനാടൻ തൈലം അത് കൊണ്ടുപോയി തേക്കാനാണ് നല്ലൊരു പെട്ടി. ആ പെട്ടിയിലുണ്ട് തൈലം, കൊണ്ടുപോയി ഒന്ന് ഉഴിഞ്ഞളി, നാരസ കടന്നളി, അതാ നിങ്ങൾക്ക് നല്ലത്. നല്ല ആളുകളെ എന്തിനു പറ്റുന്നൊക്കെ എത്ര വെല്ലുവിളിച്ചെന്നെ. ആവളയിൽ നിന്ന് എത്ര വെല്ലുവിളിച്ചു. അതാ നമുക്കിവിടെ ഇരിക്കണ്ടേ, ഇവിടെ ലത്തീഫിവിടെ ഇരിക്കണ്ടേ, അവർക്കറിയില്ലേ എന്നെ വെല്ലുവിളിച്ചതാരാ? എന്നെ വിളിച്ച അനസ് മൗലവിയാണ്. എന്താ ഉണ്ടാത്തത്? കഴിയില്ല. എത്ര പറഞ്ഞിട്ടും അനസൊന്ന് പൊന്തിയില്ല. അപ്പൊ അവസാനം എല്ലാവരും വിചാരിക്കുന്ന അവലോകനത്തിലെങ്കിലും അനസൊന്ന് പൊന്തും. സദസ്സ് ഒന്നടങ്കം മുജാഹിദ് സുഹൃത്തുക്കൾ വരെ പറഞ്ഞു, അങ്ങനെ കാണിക്കണം വിചാരിച്ചു. അനസ് നീക്കട്ടെ. എങ്ങനെ നീക്കാന്? അനസിന് പൊന്നാൻ കഴിയണ്ടേ? നസ്രുദ്ദീൻ റഹ്മാൻ ഈ ഇരുത്തം തന്നെ. പെട്ടല്ലോ റബ്ബേ, പെട്ടല്ലോ. ഈ ഇരുത്തം തന്നെ നസ്രുദ്ദീൻ റഹ്മാനെ. പിന്നെ എന്റെ നാട്ടുകാരുണ്ട് അംസവാക്കവി. നസ്രുദ്ദീൻ റഹ്മാനെ അവിടെ നിന്നിട്ട് കാര്യമായിട്ട് പറഞ്ഞാ അംസവാക്കവിയെ പരിഹസിച്ചു. ഇവരുടെ സംസ്കാരമാണ്. സംസ്കാരമാണെന്നിട്ട് അയാളുടെ സംസ്കാരം എന്താ അറിയോ? ആൾ എന്നെയും നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക്, എടോ നിനക്ക് എന്താണോ അറിയാ എന്റെ സംസ്കാരം, എടോന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ട് നമുക്ക് സംസ്കാരമല്ല എന്ന് പറയുന്നില്ല. ഹംസവാക്കവി പറഞ്ഞ ഒരാൾ എന്റെ നാട്ടുകാരനാണ്. അദ്ദേഹത്തെ കൊണ്ട് വേദിയിൽ വെച്ചിട്ടുണ്ട് ഒരു പ്രാഹം ചെന്നാളാ. ഇവർക്ക് വല്ലതും കുടിയ കിതാബ് പറഞ്ഞു കൊടുക്കാനുള്ള ആളാണ്. കാരണം അയാൾ നമ്മളിൽ പോയതാ പണ്ട് കാലത്ത്, കുറച്ച് ദിവസം കടത്തിയ ആളാ. അപ്പൊ വല്ലതും കുടിയ കിതാബ് നോക്കത്ത് കൊടുന്നതാ. പക്ഷേ തെളിവ് കേട്ടപ്പോ പിന്നെ ആ സാധുമുണ്ടില്ല. നമ്മളെ തെളിവിട്ടപ്പോ അയാൾ ആദ്യം മുതൽ അവസാനം ഈ തന്നെ വായിൽ പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഞാൻ ഇടക്കിടക്ക് ചോദിച്ചു, അല്ല ഹംസവാക്കവി നിങ്ങൾ എന്തിനു പോന്നതാ? ഒന്ന് പറഞ്ഞു കൊടുക്കവർക്ക്. ഹംസവാക്കവി കഴിയണ്ടേ? ഹംസവാക്കവിക്ക് മനസ്സിലായി ഇത് ശരിയാണ്, സമസ്തക്കാർ പറഞ്ഞ ശരിയാണ്, ഇസ്തിഖാമിന്റെ കുട്ടികൾ പറയുന്നത് ശരിയാണെന്ന് ഹംസവാക്കവിക്ക് ബോധ്യപ്പെട്ടപ്പോ ഹംസവാക്കവി ഒരു കിതാബ് എടുത്തു കൊടുക്കാൻ തയ്യാറായില്ല. ഇത് നമ്മൾ പറഞ്ഞതിന് നസ്രുദ്ദീൻ റഹ്മാൻ അവിടെ വന്നിട്ടിപ്പോ പറഞ്ഞെന്താ പറയണേ? ബഹുമാനപ്പെട്ട പിന്നെ ബാക്കവിയ വരെ, ഹംസബാക്കവിയ വരെ. എടോ നിനക്കറിയോ, ഒരു ഇബാറത്ത് കൃത്യമായി അല്ലടിക്കാൻ കഴിയാത്ത നിന്നെ പോലെയുള്ള ആളുകളുണ്ടല്ലോ, ആ പണ്ഡിതന്മാരുടെ മുന്നിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. പിന്നെ ഞങ്ങൾ സംവാദത്തിൽ കടക്കേണ്ടിയിരുന്നു. എന്താ പറഞ്ഞത്? എടോ നിനക്ക് ഹംസവാക്കിന് പിന്നെ നിൽക്കാൻ കഴിയോ നമ്മളോട്? പിന്നെ നമ്മൾ സംവാദത്തിൽ കടന്നിട്ടല്ലേ മറുപടി അറിയുന്നത്. ഞങ്ങൾ നിൽക്കായിരുന്നു. ഞങ്ങൾക്കറിയോ, നിങ്ങളെപ്പോലെ സംസ്കാരമില്ലാത്ത വാക്ക് ഞാൻ പറയുന്നില്ല. പ്രിയങ്കരനായ ബഹുമാനനായ നസ്രുദ്ദീൻ റഹ്മാനെ, നിങ്ങൾക്കറിയോ ഞങ്ങൾ ആണത്തോടുകൂടി 4 വട്ടം ഹംസവാക്കി വിളിച്ചപ്പോ പിന്നെ ഹംസവാക്കിയെ കണ്ടില്ല, മൂപ്പർക്ക് മുട്ടി. നേരെ സംബന്ധത്തിൽ പറഞ്ഞില്ലേ, ഹംസവാക്കിനെ കാണല്ല. നോക്കുമ്പോ ഒരു ഉത്തരം മുട്ട് മാത്രമല്ല, എല്ലാം മുട്ടി മൂപ്പർക്ക്. എന്നിട്ടിപ്പോ അവരപ്പോ പറയണത് ഹംസവാക്കിന് മുന്നിൽ നിൽക്കാൻ കഴിയോ? 4.5 മണിക്കൂർ ശരിക്കും നിന്ന് കാണിച്ചു കൊടുത്തിട്ട് നമ്മള് എന്തിനാ കൂട്ടരെ ഞങ്ങൾ നിൽക്ക്? ഞങ്ങൾ പറഞ്ഞില്ലേ,
ഇസ്തിഖാമയുടെ പ്രവർത്തകന്മാരാവശ്യമില്ല. ഇസ്തിഖാമയുടെ വളർന്നു വരുന്ന ബി ടീമുണ്ട് ഞങ്ങൾക്ക്. ആ ടീമിനെ വിട്ടുതരാൻ നിങ്ങൾ ധൈര്യമുണ്ടോ? നമ്മളെന്നോട് ചോദിച്ചില്ലേ? ഏത് ഞങ്ങളെ മൂന്നാം നിരയിൽ നിന്റെ കുറച്ച് കുട്ടികൾ, ആ കുട്ടികൾ മതി നിങ്ങളോട് സംവദിക്കാൻ. ഞങ്ങൾ മാറി ഞങ്ങൾ ധൈര്യം ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചവിടെ അനീഫ് കായ്ക്കൊടിയും അതുപോലെ തന്നെ അനസ്മാരെയും നസറുദ്ദീൻ റഹ്മാനെ തയ്യാറാകണമെങ്കിൽ ഞങ്ങളെ ബി ടീമിനെ മുന്നിലേക്ക് നിർത്തിത്തരാം, ഞാൻ ഒരു സംവാദം നടത്തിക്കോളും, നിങ്ങൾ തയ്യാറുണ്ടോ? അതിന് നസറുദ്ദീൻ പറഞ്ഞ ഞാൻ കുട്ടികളോടെങ്കിൽ കുട്ടികളോട് നസറുദ്ദീൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് ഇപ്പ വന്നിട്ട് ആവളയിൽ വെച്ചിട്ട് പറയാണ് ഇവരെ കിട്ടൂല, ഇവരെ കിട്ടൂല. കിട്ടിയോട് നമുക്ക് മനസ്സിലായില്ലേ? കേട്ടോട് നമ്മൾ പറഞ്ഞത്. നിങ്ങളിൽ വേറെ ആൾ വരാൻ നേടിക്കാൻ കഴിയാത്തോണ്ടാണ്. ഞങ്ങളിലെ ഈ വരിയല്ല, ലാസ്റ്റ് വരിയിലെ കുട്ടികൾ വരെ നിങ്ങളോട് സംവാദം നടത്താൻ ഒരുക്കാണ്. റെഡിയാണോ? ഞങ്ങളെ കുട്ടികൾക്ക് തരാം. ആണോ? അതൊന്നും പറയണ പോലെ ഞങ്ങൾ ചോദിച്ചവരോട് കുട്ടികളർക്ക് തരാൻ ഞങ്ങൾ തയ്യാറുണ്ടോ ചോദിച്ചു. പിന്നെ മുണ്ടില്ല. നിങ്ങൾ ഈ സംവാദം ഫുള്ളായിട്ട് കാണുന്നവരാണ്. ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. സംവാദത്തിന്റെ CD കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തകന്മാരെ മുന്നിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്കൊരു CD കൈപ്പറ്റണം. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംഘടനയ്ക്ക് ഈ പരിപാടി സംഘടിപ്പിച്ച് വലിയൊരു സാമ്പത്തിക ബാധ്യത നിങ്ങൾക്കറിയാം. ഞാൻ തെളിവുകളൊക്കെ കാണിക്കാൻ പോവുകയാണ്. അതിനെ മുൻനിർത്തുകയാണ്. സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യതയുണ്ട്. നിങ്ങളാൽ കഴിയുന്നൊരു സംഖ്യ, ഒരു 100 രൂപ കൊടുക്കാൻ കഴിയുന്നവർ 100 രൂപ തന്നെ കൊടുക്കുക. എത്രയാണോ കഴിയുന്നെങ്കിൽ അത്ര കൊടുക്കൂ. വലിയൊരു ബാധ്യതയുള്ള പ്രവർത്തകന്മാരാണ് അവർ. സത്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച സംരംഭമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വലിയ നല്ലൊരു സംഖ്യ നിങ്ങൾ കൊടുക്കുക. അല്ലാഹുവേ, ഈ വിശുദ്ധമായ ദീനിന്റെ വിജയത്തിന് വേണ്ടി സഹായിക്കുന്നവർ ആരാണെങ്കിലും ഏതൊക്കെ നിലക്ക് സഹായിച്ചാലും അല്ലാ, അവരുടെ സഹായങ്ങളൊക്കെ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ അകറ്റിക്കൊടുക്കണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാ. ആക്കിപത്ത് നന്നാക്കണേ അല്ലാ. പരലോകം ധന്യമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ. അല്ലാഹുവേ, SKSന്റെ പ്രവർത്തകന്മാർ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടൊരു സംരംഭം സംഘടിപ്പിച്ചപ്പോ ആ കുട്ടികൾ വിഷമിക്കാൻ പാടില്ല, ആ കുട്ടികൾക്ക് പ്രയാസമുണ്ടാകാൻ പാടില്ല എന്ന ചിന്തയോടുകൂടെ സാമ്പത്തികമായി ശാരീരികമായി ആരൊക്കെ എപ്പോഴൊക്കെ സഹായിച്ചു അല്ലാ, അവരൊക്കെ നീ സഹായിക്കണേ അല്ലാ. അവരുടെയൊക്കെ നല്ല ലക്ഷ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. നീറുന്ന നൂറുകണക്കിന് പ്രയാസമുള്ളവരാണ് റബ്ബേ. ആ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ അല്ലാ. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഞാൻ ആ അത്രക്കുള്ള കാര്യം കിടക്കുന്നില്ല. ഞാൻ വിഷയത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്, സംവാദത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. എന്തായിരുന്നു നമ്മുടെ സംവാദത്തിന്റെ വിഷയം? അത് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ അവർക്ക് വിഷയം ഓർമ്മല്ല, വാദം ഓർമ്മല്ല. എന്താ വാദം അവർക്കറിയുന്നില്ല, എന്താ വിഷയം അറിയുന്നില്ല. ഇപ്പൊ ആവളയിലേക്ക് വന്നുകൊണ്ട് നസറുദ്ദീൻ റഹ്മാൻ പ്രസംഗിക്കുമ്പോ വാദം എന്താണെന്ന് അവർക്കറിയുന്നില്ല, വിഷയം എന്താണെന്ന് പറയുന്നില്ല. അദ്ദേഹം ഒക്കെപ്പാട് കൂട്ടിക്കലക്കി എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്തായിരുന്നു നമ്മുടെ വാദം എന്നുള്ളത് അവരുടെ മധ്യസ്ഥ നില വായിക്കാൻ നിങ്ങൾ കേട്ടോളൂ. നമ്മുടെ വാദം എന്തായിരുന്നു, ഇരുപക്ഷത്തിന്റെ വാദം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. വാദം അദ്ദേഹം വായിക്കട്ടെ. വാദം സുന്നി അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിന് എതിരല്ല. എന്താ വാദം? സുന്നിയുടെ വാദം എന്താണ്? മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിന് എതിരല്ല. മുജാഹിദ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നും എന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധവും അത്തരം പ്രാർത്ഥനകൾ ശിർക്കുമാണ്. എന്താ മുജാഹിദിന്റെ വാദം? എന്താ മുജാഹിദിന്റെ വാദം? മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നത് അവരങ്ങനെ എഴുതിയിരിക്കുന്ന പ്രാർത്ഥന പറഞ്ഞാൽ നമ്മൾ എഴുതി അതേ അർത്ഥം തന്നെയാണ് ഉള്ളത്. അത് പ്രമാണവിരുദ്ധമാണ്, അത് ശിർക്കുമാണ്. ഇതാണ് നമ്മുടെ വാദം. നമ്മുടെ വാദം എന്താ? നമ്മുടെ ഇത് വാദം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധരായ മഹാത്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുക, അവരോട് സഹായം തേടുക. ഇത് തൗഹീദിന് എതിരല്ല. ഇത് തൗഹീദിന് എതിരാണെന്ന് അവർ എഴുതിയിരിക്കുന്നത്. അവരുടെ പുസ്തകം നോക്കും നിങ്ങൾ. അവരുടെ പുസ്തകമാണ് ഈ കാണുന്ന പുസ്തകം. എത്രമാൻ ആവളെന്ന് പറഞ്ഞാല് 2-3 പുസ്തകത്ത് ഞങ്ങളെ വട്ടം കറക്കി. ശരി തന്നെയാണ്. അവരെണീറ്റോ ആദ്യ പുസ്തകം കാണിക്കും. അപ്പൊ അവരെന്തേലും ഇവിടെ നമുക്ക് ഈ പുസ്തകം കാണിക്കും. ഇത് രണ്ടും പാടെ കാണുമ്പോൾ മുജാഹിദ് പുസ്തകത്തിന്റെ വിളക്കണ്ടാവും. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞ അതേ വാദത്തെക്കുറിച്ച് ശിർക്കാണ്,
അത് തൗഹീദിന് എതിരാണ്, അത് അല്ലാഹു അല്ലാത്തവർക്കുള്ള പ്രാർത്ഥനയാണ്, അത് ആരാധനയാണ്, അത് ശിർക്കാണ്. അപ്പൊ ഉണ്ട് ഞങ്ങൾ എഴുതിയത് ശിർക്കല്ല, അത് തൗഹീദിന് എതിരല്ല, അത് പ്രമാണ വിരുദ്ധമല്ല. ഇതിനു വേണ്ടി നമ്മൾ സംഭവം നടത്തി. അല്ലാതെ മുജാഹിദ് നമ്മുടെ ഇടയിൽ തർക്കമുള്ള എല്ലാ വിഷയം ചർച്ച ചെയ്യാനല്ല നമ്മൾ ആവള സംവാദം നടത്തിയത്. മുജാഹിദ് നമ്മൾ എന്തൊക്കെ വിഷയത്തിൽ തർക്കമുണ്ട്? സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ പറ്റില്ല തർക്കല്ലേ? ജുമാ ഖുതുബയെ കുറിച്ച് തർക്കല്ലേ? ഖുതുബ അറബിയിലായ ആ പരിശുദ്ധമായ രീതിയിൽ ഓതണം നമ്മൾ പറയുന്നു. നേരത്തെ ജാഫർ മാസ്റ്റർ പറഞ്ഞതുപോലെ മാർക്കറ്റ് നിലവാരം വിളിച്ചു പറയണമെന്ന് മുജാഹിദ് പറയുന്നു. തർക്കമുണ്ട്. പക്ഷെ അതൊന്നും അല്ല ആവണ സംവാദത്തിലുള്ളത്. തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ, തൗഹീദ് എന്ന് പറയുന്ന വിഷയം വിശാലമാണ്. ആ വിഷയത്തിൽ തന്നെ പല വാദങ്ങളിൽ നമ്മളും അവരുടെ അഭിപ്രായത്തിട്ടുണ്ട്. തൗഹീദ് റുബൂബിയത്തുണ്ടോ ഉലൂഹിയത്തുണ്ടോ, അസ്മാഉ സിഫാത്തുണ്ടോ, മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തല്ല, ഇങ്ങനെ തുടങ്ങി നമ്മൾ അവരും തമ്മിൽ തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ ഒരുപാട് തർക്കമുണ്ട്. പക്ഷേ അതിനെല്ലാം കൂടി ചർച്ച ചെയ്യാനല്ല നമ്മൾ ഒരുമിച്ച് കൂടിയത്. കാരണം ഒരു 4 മണിക്കൂർ കൊണ്ട് എല്ലാ വിഷയം ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോന്നോരോന്ന് തീർക്കാൻ നിലക്ക് നമ്മൾ അവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു വാദം എഴുതി. അതെന്താ ചെയ്തത്? മഹാന്മാരിൽ നിന്ന് അദൃശ്യമായ രീതിയിലൂടെ, അബൗദ്ധികമായ രീതിയിലൂടെ, മറഞ്ഞ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കുന്നതും അവരിന് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. സംവാദത്തിന്റെ രീതി എങ്ങനെ അറിയോ? ഒരു വാദം എഴുതിയ ആ വാദത്തിൽ നിന്നുകൊണ്ട് ചോദിക്കണം, ആ വാദത്തിൽ നിന്നുകൊണ്ട് മറുപടി പറയണം. അതാണ് സംവാദത്തിന്റെ രീതി. അല്ലാതെ സംവാദത്തിൽ നിന്ന് കഴിഞ്ഞാൽ ലോകത്ത് നമ്മൾ എന്തൊക്കെ തർക്കുണ്ടോ എല്ലാം ചർച്ച ചെയ്യാനല്ല സംവാദം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യവസ്ഥ ഇതിന്റെ ആവശ്യമില്ലല്ലോ, വാദം ഇതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വാദം വളരെ വ്യക്തമായി എഴുതി ഈ വാദത്തിൽ നിന്നുകൊണ്ട് ചോദിക്കണം, ഈ വാദത്തിൽ നിന്നുകൊണ്ടായിരിക്കണം മറുപടി പറയേണ്ടത്. ചിലപ്പോ സംസാരത്തിലേക്ക് വേറെ വാക്കുകൾ കടന്നു വരും, പക്ഷെ അതൊന്നും വിഷയാസ്പദമല്ല. പിന്നെ അങ്ങനെ കടന്നു വന്നില്ലേ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ വിഷയാവതരണത്തിൽ അത് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചിട്ട് എന്തും ചോദിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രസംഗത്തിൽ കടത്തനാടൻ തൈലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മുജാഹിദ് അടുത്ത ചോദ്യം, കടത്തനാടൻ തൈലം എന്തിനൊക്കെ പറ്റും? കടത്തനാടൻ തൈലം നമ്മുടെ വിഷയത്തിൽ പെട്ട അല്ല. നിങ്ങളുടെ പ്രസംഗത്തിന്റെ ഇടയിൽ വന്നല്ലോ കടത്തനാടൻ തൈലം. നിന്റെ പ്രസംഗത്തിൽ നിന്ന് മണ്ണാർക്കാട് ഞാൻ പറഞ്ഞു പോയാൽ ചില മുജാഹിദിനെ കൊല്ല, മണ്ണാർക്കാട്ടേക്ക് ഏതാ റോഡ്, ഏത് വഴിയിൽ പോയാലും എത്തുക, ആറ് പോയാൽ എത്തുമോ, അതൊക്കെ ചോദിക്കാൻ പറ്റും. ഒരു വാദം എഴുതി കഴിഞ്ഞാൽ ആ വാദത്തിൽ നിന്നുകൊണ്ട് ചോദിക്കണ്ടേ? പക്ഷേ നോക്കൂ നിങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന് 10 റൗണ്ട് കിട്ടിയിട്ട് ഒരു ചോദ്യം പോലും ശരിയായ രീതിയിൽ ചോദിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു പ്രധാന കാരണം എന്താ പറയുന്നത്? അവർക്ക് ഏറ്റ അഹങ്കാരമായിരുന്നു. കാരണം വ്യവസ്ഥയ്ക്ക് ഇന്നപ്പോൾ നമുക്ക് സങ്കടം വന്നിട്ടുണ്ട്, ഉള്ളത് പറയാനും സങ്കടം വന്നിട്ടുണ്ട്. ഇവര് ഞങ്ങളെ മോത്തുകിട്ട് പറയാന് നമുക്കൊന്നും തിരിയില്ല, പരിചയക്കുറവാണ്, അതാണ് ഇതാണ്, കുട്ടികളാണ്, മറ്റതാണ്, മറച്ചതാണ്. ഞങ്ങൾ ക്ഷമിച്ചു. കാരണം ഞങ്ങൾ അവരെ മുമ്പിൽ അവരെ പോലെ അഹങ്കാരികളാകണ്ട, ധിക്കാരികളാകണ്ട, സംസ്കാര ശൂന്യരാവണ്ട എന്ന് ചിന്തിച്ച് ഞങ്ങൾ ക്ഷമിച്ചതാണ്. സ്റ്റേജിൽ കയറിയപ്പോഴും വിഷയാവതരണത്തിലൊക്കെ പറഞ്ഞെന്താ, നിങ്ങളാരാ, നിങ്ങൾക്ക് എന്താ അറിയാം? ആ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ് അവരുടെ സൂപ്പർ സ്റ്റാറായ, അവർക്ക് ഇനി വേറെ ആളെ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധം അവരെ സംവാദ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകനായിട്ട് പരിചയപ്പെടുത്തുന്ന അനീസ് കായ്ക്കൊടിയെ കൊടുത്തിട്ട് പോലും ശരിയായ രീതിയിൽ വാദവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം പോലും ചോദിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ വാദം എന്താണ്? മഹാന്മാരിൽ നിന്ന് അദൃശ്യമായ രീതിയിൽ, അഭൗതികമായ രീതിയിൽ ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. എന്നാ അനീസ് കായ്ക്കൊടിയുടെ ഫസ്റ്റ് ചോദ്യം കേട്ടോളൂ. ആ വിഷയമായിട്ട് എന്ത് ബന്ധമാണെന്ന് നോക്കിക്കോളൂ, വിഷയമായിട്ട് എന്ത് ബന്ധമാണെന്ന് നോക്കിക്കോളൂ. അതിന്റെ ഫസ്റ്റ് ചോദ്യം പറയട്ടെ. ചോദ്യം, ഇങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പ്രയാസമുണ്ടാകുമ്പോൾ പോകുന്ന, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിങ്ങൾക്കെതിരെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏത് ആയത്താണ് നിങ്ങൾ ഓതുക? എന്താ ചോദ്യം? എന്താ ചോദ്യം? ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന മുസ്ലിമീങ്ങൾക്കെതിൽ നിങ്ങൾ എന്ത് ആയത്താണ് ഓതുക? അത് കേട്ട് എന്താ ബന്ധമുള്ളത്? നമ്മുടെ വാദം എന്താണ്? മഹാന്മാരിൽ നിന്ന്, പരിശുദ്ധരായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുക, അവരോട് സഹായം ചോദിക്കുക, ഇത് തൗഹീദിനെതിരല്ല. ഇവരെ എന്താണ്? ശിർക്കിന്റെ കേന്ദ്രങ്ങൾ, അമ്പലങ്ങളിലേക്കോ മറ്റോ പോകുമ്പോ അവിടേക്ക് പോകുന്ന മുസ്ലിമീങ്ങൾക്കെതിരെ എന്താ നിങ്ങൾ ആയത്തോതാണ്? അത് കേട്ട് എന്താ ബന്ധമുള്ളത്? MT അബൂബക്കർ വെളിയിട്ടിട്ട് പറഞ്ഞു, അത് വിഷയമായിട്ട് ഒരു ബന്ധവുമില്ല.
മുസ്ലിമീങ്ങൾ ഞങ്ങൾ പോകുന്ന നമ്മൾ തർക്കത്തിരിക്കുന്ന വിഷയമല്ല. മഹാത്മാക്കളെ കബറിലേക്ക് പോകുന്നതാണ്, മുത്തുനബിന്റെ കബറിലേക്ക് പോകുന്നതാണ്, മുത്തുനബിയോട് സഹായം ചോദിക്കുന്നതാണ്. മുത്തുനബി ശിർക്കിന്റെ കേന്ദ്രമാണോ? എംടിയുടെ കുറിക്കുള്ളുന്ന ചോദ്യത്തിന്റെ മുന്നിൽ പിന്നെ അലീഫാക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. കേട്ടോളൂ എംടി ബുക്കുദാനി പറയുന്നത്. ഒറ്റ ചോദ്യവും ഒരു ചോദ്യം ചോദിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന് സാധിക്കുന്നില്ല. ആകെ വന്നൊരു ചോദ്യം ഇങ്ങനെ ബബ്ബടിച്ചാണ് ചോദിച്ചൊരു ചോദ്യം എന്താ, ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്ന് പറഞ്ഞു വായിച്ച ഒരു വരിയെ കുറിച്ചുള്ള ചോദ്യം. അതിൽ ഏത് ആയത്ത് മഹാന്മാരോട് അവരിൽ നിന്ന് മനുഷ്യകഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും അത് തൗഹീദിനോടെതിരല്ല, ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന്റെ ആയത്താണ് അദ്ദേഹം ചോദിച്ചത്. മഹാന്മാരോട് അഭൗതിക മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുന്നതും സഹായം ചോദിക്കുന്നതും ശിർക്കൻ കേന്ദ്രമാണെന്ന് ആദ്യം തെളിയിക്കൂ. എന്നാൽ ഞങ്ങളെ ആയത്തോതും പിടിച്ചോ, ശിർക്കൻ കേന്ദ്രമാണെന്ന് തെളിയിക്കൂ. അല്ല, നിങ്ങൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? മഹാനായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പെടുത്തുകൊണ്ട് അതിന്റെ ബറക്കത്ത്, അതിന്റെ മറഞ്ഞ ഗുണം മഹദിയായ ഉമ്മു സുലൈം സ്വീകരിച്ചു. അതിന്റെ എംടി അബൂബക്കർ പറഞ്ഞു, ശിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകലല്ല ഇവിടുത്തെ ചർച്ച. മഹാത്മാക്കളിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുക, അവരോട് സഹായം ചോദിക്കുക, അത് ശിർക്കാണോ അല്ലേ എന്നാണ് ചർച്ച. അതിനെക്കുറിച്ച് വല്ലതും ചോദിക്കാണ്ടോ? അപ്പോൾ അനീഫാക്ക് ചോദ്യം ശരി കേട്ടോ, നമ്മളെ ചോദ്യം അസ്ഥാനത്താണ്. അപ്പൊ പറഞ്ഞ രണ്ടാമതൊരു ചോദ്യം ചോദിക്കാം. എന്താ ചോദ്യങ്ങൾ? ഇതൊക്കെ ചോദ്യം, മനുഷ്യക്കഴിവിന് അപ്പുറം ഇപ്പുറം എന്നിങ്ങനെ രണ്ടെണ്ണുണ്ടോ? രണ്ടെണ്ണുണ്ടോ മൂന്നെണ്ണോ നമുക്ക് ചർച്ച കൂടിക്കാം. നമ്മുടെ ചർച്ച എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധരായ മഹാന്മാരിൽ നിന്ന് അഭൗതികമായ മാർഗത്തിലൂടെ, അദൃശ്യമായ രീതിയിലൂടെ, മരണമാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിക്കുന്നതും സഹായം ചോദിക്കുന്നതും ശിർക്കാണെന്ന് അവരെഴുതി വെച്ചിട്ടുണ്ട്. അത് ശരിയല്ല, തൗഹീദിന് വിരുദ്ധമല്ല. ഇതാ നമ്മുടെ വാദം. അല്ല രണ്ടെണ്ണുണ്ടോ ഇല്ലെന്നുള്ള വേറെ ചർച്ചയല്ലേ? അല്ല ഇവർ ചോദിച്ചൂടെ മഹാത്മാക്കൾ ഉണ്ടോ? എന്തേ അങ്ങനെ ചോദിക്കാൻ കാരണം നിങ്ങളെ വാദത്തിൽ മഹാത്മാക്കൾ എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പൊ മഹാത്മാക്കളുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കാൻ പുറപ്പെട്ട് എന്തൊക്കെ ചോദിക്കാം? തൗഹീദ് പറഞ്ഞാൽ എന്താ? അങ്ങനെ എന്തൊക്കെ ചോദിച്ചു പോകാം, അതല്ലല്ലോ വിഷയം. അയാളെ രണ്ടാമത്തെ ചോദ്യം കേട്ടോളൂ. ഇപ്പോൾ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, മനുഷ്യ കഴിവ് അപ്പുറം ഇപ്പുറം ഉണ്ടോ? എന്താ ചോദ്യം? മനുഷ്യ കഴിവ് അപ്പുറണ്ടോ? അത് വാദത്തിൽ എന്ത് ബന്ധമുള്ളത്? അതും വാദമായിട്ട് എന്ത് ബന്ധമുള്ളത്? നമ്മൾ രണ്ടാമത് ആൻസർ കൊടുത്തു. എന്താ നമ്മളെ മറുപടി? നിങ്ങൾ ആ ക്വസ്റ്റ്യവും വിഷയമായിട്ടൊരു ബന്ധവും ഇല്ല. അപ്പോഴാ അനീഫ് കണ്ണൂറക്കുന്ന പഠിച്ചവരെ അതും പോയല്ലോ. ആകെ രണ്ടു മൂന്ന് ചോദ്യമൊക്കെ വന്നിട്ടുള്ളത്, അതും അസ്ഥാനത്തായി. കേൾക്കും നിങ്ങൾ. സാധാരണക്കാരായ പാവങ്ങളാളുകൾ ഇപ്പൊ വിഷമം തുടങ്ങി. ഞങ്ങളെ ചോദ്യവുമായി, ഞങ്ങളെ വാദവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഈ രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? ഇങ്ങനെ രണ്ടെണ്ണുണ്ടോ? അതിന് വേറെ വ്യവസ്ഥ ആയിക്കോളി. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു മനുഷ്യ കഴിയുന്ന അപ്പുറണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? അടുത്ത വ്യവസ്ഥയ്ക്കിരുന്നോ? അടുത്ത സംവാദത്തിലെ ചർച്ച അതായിക്കോട്ടെ. മനുഷ്യ കഴിയുന്ന അപ്പുറമുണ്ടോ ഇപ്പുറമുണ്ടോ? സംവാദം നമുക്ക് വേറെ നടത്താം. ഇപ്പൊ നമ്മൾ അതിന് കൂടിയതല്ല. കേട്ടോളൂ. രണ്ടെണ്ണുണ്ടേക്കാൻ ഞങ്ങളെ വാദം വെച്ച് വാദത്തെ ചർച്ച. ഞങ്ങൾ ഈ വാദം ഇടാൻ കാരണം എന്താ അറിയോ? ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ പുസ്തകം ചരിച്ചു. ഈ പുസ്തകത്തിൽ പറഞ്ഞു ഇതാണ് പ്രാർത്ഥന. അതന്നെയാണ് നിങ്ങൾ എഴുതിയ പ്രാർത്ഥന. അതാണ് നിങ്ങളും പ്രാർത്ഥന എഴുതിയത്. നിങ്ങൾ പ്രാർത്ഥന എഴുതി. ആ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങളുടെ കുഞ്ഞീത് മുതൽ എഴുതി. അതിന് ഞങ്ങൾ തെളിവ് തിരിച്ചു. ആ തെളിവിനെ ക്രോസ് ചെയ്യാൻ കഴിഞ്ഞില്ല, തൊടാൻ കഴിഞ്ഞില്ല, മിണ്ടാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് കഴിയില്ല. അപ്പൊ ചോദിക്കാണ് കഴിവ് രണ്ടെണ്ണുണ്ടോ? അടുത്ത വ്യവസ്ഥയിലേക്കോ കഴിവ് രണ്ടുണ്ടോ മൂന്നുണ്ടോ ഒക്കെ ഞങ്ങൾ തെളിയിച്ചുതരാം. കണ്ടോ? ഈ പുസ്തകത്തിനാണ് ആ ഉദ്ധരി വായിച്ചത്. അപ്പൊ ചോദിക്ക രണ്ടുണ്ടോ മൂന്നുണ്ടോ ഒന്നുണ്ടോ? നമ്മൾ പറഞ്ഞു ചർച്ച അതല്ല, അതിന് വേണേ വേറെ വ്യവസ്ഥയിലേക്കോ. അപ്പൊ അയാൾ മൂന്നാമത്തെ ചോദ്യത്തിൽ കടന്നു. മൂന്നാമത്തെ ചോദ്യം എന്താ? മൂന്നാമത്തെ നമ്മുടെ ആലിമീങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ കാഫറാണോ അല്ലേ? ആര് കാഫറാണോ അല്ലേ ചർച്ച ചെയ്യാനല്ലോ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം അസ്ഥാനത്തായി. അനീഫ് കായ്ക്കൊടിക്ക് പിന്നെ ചോദിക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയായി.
അനീഫ്കായ്ക്കർക്ക് ചോദിക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയായി. 3 ചോദ്യങ്ങളെയും നമ്മൾ പറഞ്ഞു നമ്മളെ വാദ്യമായിക്കൊണ്ട് ആ 3 ചോദ്യത്തിന് ഒരു ബന്ധവുമില്ല. അനീഫ്കായ്ക്കുടി പാവം ആ സഹോദരൻ ആകെ വേർതിരിക്കാൻ തുടങ്ങി. അപ്പോഴാ നമ്മൾ അങ്ങോട്ട് ചോദിച്ചു, നമ്മൾ ആൻസർ പറയുമ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് ചോദിക്കാറില്ലെങ്കിൽ ഞങ്ങൾ വിഷയാവതരണത്തിൽ കുറെ തെളിവ് പറഞ്ഞില്ലേ, ആ തെളിവെങ്കിലൊന്ന് ചോദിച്ചുകൂടെ? എന്താ നമ്മുടെ തെളിവെന്തായിരുന്നു? മഹാന്മാരിൽ നിന്ന് അദൃശ്യമായ രീതിയിലൂടെ, അഭൗതികമായ രീതിയിലൂടെ, മറഞ്ഞ മാർഗത്തിലൂടെ, സാധാരണ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കാണെന്ന മുജാഹിദിന്റെ വാദം ശരിയാണെങ്കിൽ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസഹാബാ കിറാം മുത്തനബി എന്ന് പലപ്പോഴും അസാധാരണ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിച്ചിട്ടില്ലേ, സഹായം തേടിയിട്ടില്ലേ? അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞില്ലേ? വഫാത്തായി പോയ മുത്തനബിയുടെ പരിശുദ്ധമായ ഷർട്ട് കൊണ്ട്, പരിശുദ്ധമായ ജുബ്ബ കൊണ്ട് സഹാബത്ത് ആ വെള്ളത്തിൽ മുക്കുകയാണ്, ആ വെള്ളം കുടിക്കുകയാണ്, രോഗികൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹ്, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹ്, ഇത് റസൂലുള്ളാഹിന്റെ കുപ്പായമാണ്, ഇത് റസൂലുള്ളാഹിന്റെ കുപ്പായമാണ്. മുത്തനബിന്റെ ശബ്ദത വെള്ളത്തിൽ മുക്കുകയാണ്, ആ വെള്ളം കൊണ്ട് കുടിക്കുകയാണ്, ആ വെള്ളം കൊണ്ട് രോഗശമനത്തിന് ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ ചോദിച്ചു, ഇത് സാധാരണ രീതിയാണോ, ഇത് ദുഃഖമായ രീതിയാണോ, ഇത് ഭൗതികമായ രീതിയാണോ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണോ? അദൃശ്യമായ രീതിയിലൂടെ, അസാധാരണ രീതിയിലൂടെ ഒരു വസ്തുവിന് ഗുണം പ്രതീക്ഷിച്ച ശിർക്കാണ്. സാധാരണ നമ്മളൊരാളെ ഗുണം പ്രതീക്ഷിച്ച് കുഴപ്പമില്ല. കാരണം പറഞ്ഞാൽ ഒരാൾക്കൊരു പേന വേണം, 10 റുപ്യ വേണം, ഇത് ചോദിക്കേണ്ടി കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന വാദം. അതല്ലാത്തൊരു മാർഗത്തൂടെ ഒരു വസ്തുവിന്റെ ഗുണം പ്രതീക്ഷ ശിർക്കാണ്. അപ്പൊ നമ്മളെ ചോദ്യം എന്താ? ചോദ്യം, റസൂലുള്ളാഹി തങ്ങളെ വസ്ത്രം കൊണ്ട് വെള്ളത്തിൽ മുക്കുന്നു, സഹാബത്ത് കുടിക്കുന്നു, അതിന്റെ ബർക്കത്ത് അവർ സ്വീകരിക്കുന്നു, ഗുണം പ്രതീക്ഷിക്കുന്നു, ഇത് ശിർക്കാണോ? അതല്ല, ഇത് സാധാരണയാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ, അതൊക്കെ സാധാരണ സംഭവം അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചു, മരണപ്പെട്ടുപോയ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഷർട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം കുടിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? സാധാരണ എനിക്ക് അറിയണല്ലോ. രണ്ടാമത് നമ്മൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നട്ടുച്ച നേരത്ത് കടന്നിറങ്ങുമ്പോ മുത്തുനബി വിയർക്കുന്നു. ആ വേർപ്പതാ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ കുപ്പിയിലാക്കുന്നു. ആ വേർപ്പ് കുപ്പിയിലാക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഉമ്മു സുലൈം, എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉമ്മു സുലൈം നിങ്ങളുടെ മറുപടി എന്താ? നബിയേ, യാ റസൂലല്ലാഹ്, ഇത് അങ്ങയുടെ വേർപ്പാണ് നബിയേ. അങ്ങയുടെ വേർപ്പെന്തിനാ കുപ്പിയിലാക്കുന്നത്? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. ഉമ്മു സുലൈം ഞങ്ങൾ പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, 2 ഗുണമാണ് അങ്ങയുടെ വേർപ്പുകൊണ്ട്, 2 ഗുണമാണുള്ളത്. ഒന്ന് നബിയേ, നിർജു ബറക്കത്തഹു ലിസ്ബിയാനിനാ, ഞങ്ങളെ കുട്ടികൾക്ക് രോഗം വരുമ്പോ, ഞങ്ങളെ കുട്ടികൾക്ക് പ്രതിസന്ധി നേരിടുമ്പോ, പ്രയാസം നേരിടുമ്പോ, ബുദ്ധിക്ക് കുറവ് വരുമ്പോ, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോ, ഇങ്ങനെ 1000 പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴൊക്കെ അങ്ങയുടെ വേർപ്പ് കൊണ്ടൊന്ന് ബർക്കത്തെടുക്കാനാണ്. നിർജു ബറക്കത്തഹു ലിസ്ബിയാനിനാ, നബിയേ, ഇതുകൊണ്ട് അദൃശ്യമായ ചില ഗുണങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധാരണ വേർപ്പ് ഞാൻ വേർപ്പുകൊണ്ടിരിക്കുന്നുണ്ട്, ആരെയും വരുന്നുണ്ടോ കുപ്പിയിലാക്കാൻ? കാരണം നമ്മുടെ വേർപ്പുണ്ട് കാര്യമില്ല. മുത്തുനബിയുടെ വേർപ്പത അസാധാരണ വേർപ്പല്ലേ, കുപ്പിയിലാക്കുന്നു, ഗുണം പ്രതീക്ഷിക്കുന്നു. എന്ത്? ഉമ്മു സുലൈം ഞങ്ങൾ പറഞ്ഞു, നബിയേ, അങ്ങയുടെ വേർപ്പുണ്ടല്ലോ, ഏറ്റവും നല്ല സുഗന്ധമാണ്, ഏറ്റവും നല്ല സുഗന്ധമാണ്. നമ്മൾ ചോദിച്ചു, എന്താ ചോദ്യം? അനീഫ ഞങ്ങളെ ചോദ്യം കേൾക്കുമ്പോ അനീഫ് കായ്ക്കുടിതാ വേർത്തുകൊണ്ടിരിക്കുന്നു. ആ വേർപ്പൊന്ന് അനസ് മൗലവി കുപ്പിയിലാക്കുമോ? നിസ്റുദ്ദീൻ റഹ്മാനി ഒന്ന് കുപ്പിയിലാക്കുമോ? ഒന്ന് കൊണ്ടുപോയി തേക്കുമോ? ഒന്ന് കൊണ്ടുപോയി കഴിക്കുമോ? എന്നിട്ട് പറയുമോ, ഏറ്റവും നല്ല സുഗന്ധമാണ് അനീഫാന്റെ വേർപ്പൊന്ന് പറയോ? മിണ്ടിയില്ല. കേൾക്കും നിങ്ങൾ നമ്മളെ ചോദ്യം.
എന്തേ തൊടാതിരുന്നത്, എന്തേ മിണ്ടാതിരുന്നത്? ഞാൻ ചോദിക്കട്ടെ നസറുദ്ദീൻ റഹ്മാനി അനീഫ് കായിക്കോടിനെ വയർപ്പെടുത്തിട്ട് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? സാധാരണ കഴിവാണെങ്കിൽ മനുഷ്യ കഴിവിൽപ്പെട്ടതാണെങ്കിൽ അനീഫ ഞങ്ങളെ ചോദ്യം കേൾക്കുമ്പോ വേർക്കുന്നുണ്ട്. ഒന്ന് വാ നസറുദ്ദീൻ റഹ്മാനി, ഒന്ന് കുപ്പിയിലാക്കെ എന്നിട്ട് പറയാനിന. മാത്രല്ല ഞങ്ങളെ കുട്ടികൾക്ക് സുഗന്ധമാണ്. ആ ഹനീഫാനെ വേർപ്പെടുത്തിട്ട് തേക്കര് ഒന്ന് ചെയ്യ് നിങ്ങളെ കഴിയോ നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ മുജാഹിദ് സുഹൃത്തുക്കൾ അന്തം മുട്ട് ഹനീഫാനൊക്കെ നോട്ടമില്ലെന്ന് പൊടച്ച റബ്ബേ എന്താ ചെയ്യാ. അതിന് നസറുദ്ദീൻ റഹ്മാനോട് പറഞ്ഞത് ഞങ്ങൾ അന്തം വിട്ട് ക്ലിപ്പാക്കാൻ പറ്റുമോ? പിന്നെ ഞങ്ങളെന്ന് എന്താ ചെയ്യാ? നിങ്ങൾ അന്തംപെട്ട ചരിത്രം ഇവിടെ ഉള്ളൂ. നിങ്ങൾക്കൊന്ന് ചിരിച്ചതോ നിങ്ങളെ മനസ്സ് അല്ലെങ്കിൽ മുഖത്തൊരു സന്തോഷമെന്ന സമയം കാണണ്ടേ? ഓരോ മുജാഹിദ് ഇരിക്കണങ്ങൾ കുറിക്കുകൊള്ളണം. ഓരിങ്ങനെ ചിന്തിക്കുക, ഉടച്ചനെ അനീഫാന്റെ വേർപ്പാരും കുപ്പിയിലാക്കാൻ വരുന്നില്ലല്ലോ, അനസിന്റെ വേർപ്പാരും കുപ്പിയിലാക്കാൻ വരുന്നില്ലല്ലോ. മുസ്ലിമിവിടെ വേർപ്പതാ കുപ്പിയിലാക്കുമ്പോ എന്തേ റസൂലുള്ള പറഞ്ഞത്? റസൂലിന്റെ പറഞ്ഞ ഇവരെ പുസ്തകത്തിൽ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇവരെ പുസ്തകത്തിലുള്ളതെന്താ? കുഞ്ഞീതവന്റെ പുസ്തകത്തിലുള്ളതെന്താ? അദൃശ്യമായ രീതിയിലൂടെ കണ്ടോ? ഈ പുസ്തകത്തിൽ പറയുന്ന അദൃശ്യമായ രീതിയിലൂടെ, അഭൗതികമായ രീതിയിലൂടെ, മറഞ്ഞ മാർഗത്തിലൂടെ ഒരു വസ്തുവിന്റെ ഗുണം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണത്, പ്രാർത്ഥനയാണ്. അത് അല്ലാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാണ്. അത് ശിർക്കാണെന്നല്ലേ ഈ പുസ്തകത്തിൽ പറഞ്ഞത്? അഭൗതികമായ മാർഗത്തിൽ ഒരു ഉപകാരലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനന്റെ തേട്ടമാണ് പ്രാർത്ഥന. ചുണ്ടുകളെ കൊണ്ട് ഉരുവിട്ടാലും ഇല്ലെങ്കിലും അത് പ്രാർത്ഥന തന്നെ. എന്താ മുജാഹിദിന്റെ പുസ്തകത്തിലുള്ളത്? പ്രാർത്ഥിക്കാൻ ചുണ്ടളകണമെന്നില്ല, പിന്നെന്തുണ്ടായാൽ മതി മനസ്സുകൊണ്ട് ഒരു വസ്തുവിന്റെ അദൃശ്യമായ രീതിയിലൂടെ, അഭൗതികമായ രീതിയിലൂടെ ഗുണം കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായാൽ അത് തന്നെയാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്കർപ്പിച്ചാൽ അത് ആരാധനയാണ്, ശിർക്കോ അവൻ ഇസ്ലാമെന്ന് പുറത്താണ്. അപ്പോഴാണ് നമ്മളെ ചോദ്യം, എന്തേ റസൂലുള്ളാഹിന്റെ വേർപ്പ് കുപ്പിയിലാക്കിയത് സാധാരണയാണോ അസാധാരണയാണോ? സാധാരണയാണെങ്കിൽ ഹനീഫാന്റെ വേർപ്പൊന്ന് കുപ്പിയിലാക്കോ? മുജാഹിദ് താടിക്ക് കൈകൊടുത്ത് വളർത്തുവാനേ പെട്ടല്ലോ. ആദ്യം മുജാഹിദ് നസറുദ്ദീൻ റഹ്മാൻ വിഷയോധനം നടത്തുമ്പോൾ തക്ബീറില്ലേ? മുജാഹിദ് ചരിത്രത്തിൽ ആദ്യമാണ് തക്ബീറല്ല. ഞങ്ങൾ ചോദിച്ചു, തുടക്കത്തിൽ തന്നെ ഞങ്ങൾ സുന്നിയാകാൻ പുറപ്പെട്ടു. കാരണം തുടക്കത്തിൽ തക്ബീർ, പിന്നെ നോക്കുമ്പോ തക്ബീറില്ല, പിന്നെ കുറച്ച് കയ്യടി തുടങ്ങി. ഇത് നോക്കുമ്പോ കയ്യില്ല, തക്ബീറില്ല, ഇങ്ങനെ ഒരേ ഇരുത്തം തന്നെ. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി, 4 മണിക്കൂറിന് അവസാനിച്ച് കിട്ടിയാൽ മതി. ഒരു പാവങ്ങൾ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ പറയുന്നു, തീർത്തു പറയാ, എന്റെ ശബ്ദം കേൾക്കുന്ന സംവാദത്തിൽ പങ്കെടുത്ത മുജാഹിദുണ്ടെങ്കിൽ അവന്റെ മനസ്സിലെ ചിന്ത ഇത് തന്നെയാണ്, പെട്ടതിന്റെ നിന്ന്. കാരണം ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളെ മുഖത്ത് നോക്കി പരിഹാസ രൂപത്തിൽ ചിരിച്ച മുജാഹിദ് ഉണ്ടായിരുന്നു. ഇന്ന് കാണിച്ചു തരാമെന്ന രീതിയിൽ ഞങ്ങളെ മുഖത്ത് നോക്കി ചിരിച്ചവരുണ്ടായിരുന്നു. പോകുമ്പോ ഒക്കെ വയനാട്ടിൽ പോയിരിക്കാം, പോകുമ്പോൾ ചോദിക്കാം വയനാട്ടിലേക്കാണ്. വന്നപ്പോ എവിടുന്ന്? വയനാട്ടിന്ന്. പോകുമ്പോൾ പറക്കാം. ഇവിടെ തിരുവനന്തപുരം നിന്ന് കുറച്ച് പ്രവർത്തകന്മാർ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരെ സംഭവത്തിന് വന്നിരുന്നു, മുജാഹിദിന് സംഭവത്തിന് വന്നിരുന്നു. ഇവർ പറഞ്ഞല്ലോ നമ്മൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നു, അവരെവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്നത്? അവരൊക്കെ പുറത്തുനിന്നല്ലേ. തിരുവനന്തപുരം വന്ന ആളുകൾ പോകുമ്പോ നാട്ടിലെ SKSന്റെ പ്രവർത്തകന്മാരും സുന്നി പ്രവർത്തകന്മാരും മിരട്ടി പോയത്രേ. കണ്ടോളും ഞങ്ങൾ പോയിട്ട് വരുമ്പോ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ മുജാഹിദായിട്ടുണ്ടാകും, അവരൊക്കെ തോറ്റിട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഇത്ര സംവാദത്തിന് വന്നത്. തിരിച്ചു വന്നപ്പോ നമ്മളെ പ്രവർത്തകന്മാരെ കണ്ടപ്പോ ഇങ്ങനെ മാറാണ് ഇത്ര. അല്ല എന്തേ? അല്ല ഒന്നുമില്ല. എന്തേ? അല്ല ഒന്നുമില്ല. പിന്നെന്തേ? അല്ല ഒന്നുമില്ല. അവസാനം പറഞ്ഞു, നിങ്ങളെ പ്രഭാഷകന്മാർ ഉസ്താദുമാർക്ക് ഭയങ്കര വായ സാമർത്ഥ്യമാണ് പറഞ്ഞത്. പിന്നെന്തായിട്ട്? അല്ല പിന്നെ അനീസ് കായ്ക്കോട് ചോദിച്ചു, ഈ അപ്പമാണിപ്പിനെ കുറിച്ച് ചോദിച്ചിട്ട് ഒന്നും മുണ്ടിയില്ല ഞങ്ങൾ നേതാക്കന്മാര്. അപ്പമാണി കുറച്ച് നമ്മൾ വന്നത് ആ സാധുക്കൾ ലാസ്റ്റ് വാക്ക് പിടിച്ചാണത്. ലാസ്റ്റ് വാക്ക് വയനാട്ടിലേക്ക് പോണ പോക്ക് വന്നപ്പോഴല്ല, എവിടെ വയനാട്ടിൽ നിന്ന് പോയപ്പോഴോ എവിടെ? വയനാട്ടിൽ. എന്നിട്ട് വയനാട്ടിൽ നിന്നാണ് ചെറിയ നോളിട്ട് ഇങ്ങനെ പോവുക. കണ്ടില്ലേ മുജാഹിദ് സുഹൃത്തുക്കൾ അവസ്ഥ? രണ്ടാമത്തെ ചോദ്യം, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാ. അതിന്റെ ബാക്കി കേൾക്കൂ. ഞങ്ങളുടെ ഹദീസ് തൊടാതിരുന്നത് മറ്റൊന്ന് ഇവിടെ ആഴ്ചയുടെ ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാ.